ഹലോ, മിർഷാദ് വി സി എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് പുതിയതായിട്ട് തുടങ്ങുന്ന ചാനലായതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ തെറ്റുകൾ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. ഇപ്പോൾ സൗദിയിലാണ് ഞാനുള്ളത്. സൗദിയിലായതുകൊണ്ട് തന്നെ സൗദി റിലേറ്റഡായ വീഡിയോകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ കരുതുന്നത്. ഇൻഷാല്ലാ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നാട്ടിലെ വീഡിയോസും ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മദാപ്പേ എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. മദാപ്പേ എന്ന ആപ്ലിക്കേഷൻ നമ്മൾ NFC സപ്പോർട്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ കടകളിലൊക്കെ ഈ സ്വൈപ്പിംഗ് മെഷീനിൽ നമ്മൾ ഫോൺ വെച്ചിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളെ കയ്യിൽ ATM കാർഡുകൾ ഉണ്ടാവും. ഈ ATM കാർഡുകൾ നമുക്ക് നമ്മുടെ ഫോണിൽ മദാപ്പേ എന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടകളിലോ എന്തെങ്കിലും ഷോപ്പിങ്ങിനോ എന്ത് കാര്യത്തിനും നമുക്ക് ഈ സ്വൈപ്പിംഗ് മെഷീനിൽ നമ്മൾ ഫോൺ വെച്ച് കൊടുത്താൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം, നമുക്ക് ഈ മദാപ്പയിലേക്ക് എങ്ങനെ നമ്മൾ ATM കാർഡുകൾ ആഡ് ചെയ്യാം, അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മദാപ്പേ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് വരുന്ന ആപ്ലിക്കേഷൻ നമ്മൾ മദാപ്പേ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ലൊക്കേഷനൊക്കെ അലോ കൊടുക്കുക, പെർമിഷനുകളൊക്കെ അലോ കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ക്യാമറ വഴി എടുക്കുക, NFC വഴി സ്കാൻ ചെയ്തെടുക്കുക, മാനുവലായിട്ട് നമ്പർ ATM നമ്പർ അടിച്ചിട്ടും നമുക്ക് കാർഡ് ആഡ് ചെയ്യാം. ഈ 3 രീതിയിലും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മദാപ്പേ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ സ്ക്രീനിൽ നിന്ന് ബാക്ക് പോവുക. ഓക്കെ, ഇവിടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പേജാണ് വന്നത്. ഇവിടെ ഞാനിപ്പോൾ NFC വെച്ചിട്ട് തന്നെ കാർഡ് സ്കാൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസും നമ്പറുകളൊക്കെ ഇതിൽ ആഡായി. CVV നമ്പർ മാത്രം നമ്മൾ അടിച്ചു കൊടുക്കുക. 3 അക്ക നമ്പർ CVV നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ വായിച്ചിട്ട് എഗ്രി കൊടുക്കുക. ഓക്കെ, ഇത് SMS-നുള്ള പെർമിഷനാണ്. SMS ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അത് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മളെ ഒരു കോള് വരും. ആ കോൾ അറ്റൻഡ് ചെയ്യുക. ലൗഡ് സ്പീക്കർ ഓൺ ആക്കിയിട്ട് നമ്മൾ ഡയലർ പാഡ് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിൽ നമുക്കത് ഒരു നമ്പർ അടിക്കാനുണ്ടാവും. അവർ പറയുന്ന നമ്പർ ആക്ടിവേഷൻ ചെയ്യാനുള്ള നമ്പർ അടിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഞാൻ നമ്പർ അടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഒരു റിക്വസ്റ്റ് വരും. നമ്മുടെ അൽറാജി ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ഒരു റിക്വസ്റ്റ് വരും. അത് നമ്മൾ അക്സെപ്റ്റ് കൊടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ഈ കോളത്തിലുള്ള കൊടുക്കാനുള്ള OTP വരിക. ഓക്കെ, അപ്പോൾ അൽറാജി ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നത് കാണാം. അവിടെ അക്സെപ്റ്റ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അൽറാജി ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് ബാക്ക് പോയിട്ട് മദാപ്പയുടെ ആപ്ലിക്കേഷനിലേക്ക് തന്നെ ബാക്ക് പോവാം. ഓക്കെ, അവിടെ പോയിട്ട് നമുക്ക് അപ്പോഴേക്കും അവിടെ OTP വന്നിട്ടുണ്ട്. ആ OTP അടിച്ചു കൊടുക്കാം. 6 അക്ക നമ്പർ OTP ആണ് ഉണ്ടാവുക, അത് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ കാർഡ് എല്ലാം സെറ്റായി കഴിഞ്ഞു. അപ്പോൾ കാർഡ് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ റെഡി ആയി കഴിഞ്ഞു. നമ്മളെ കാർഡ് അതിൽ ആഡായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് വേറെയും കാർഡുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ താഴെ കാണുന്ന പച്ച പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാർഡുകൾ ആഡ് ചെയ്യാം.
മുകളിൽ കാണുന്നത് ഇപ്പോൾ നമുക്ക് കാർഡുകളുടെ സെറ്റിങ്സ് മാറ്റുന്ന ഓപ്ഷനാണ് കാണുന്നത്. ഓക്കെ, ഈ പച്ച ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാർഡുകൾ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ വീണ്ടും കാർഡുകൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു കടയിൽ സ്കാൻ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു തുടക്കക്കാരനായതുകൊണ്ട് ഒരുപാട് പോരായ്മകളുണ്ടെന്നറിയാം. എല്ലാവരും ദയവ് ചെയ്ത് ക്ഷമിക്കുക. വീണ്ടും നല്ല വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് വേണം. ഞാനിതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മളൊരു കാർഡ് മാത്രമുള്ള ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോണൊന്ന് അൺലോക്ക് ചെയ്തിട്ട് സ്വൈപ്പിംഗ് മെഷീനിൽ വെച്ചാൽ തന്നെ പേയ്മെൻ്റ് ആവും. അതിൽ നമ്മൾ 2, 3, 4 കാർഡുകൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കാർഡിൽ നിന്നാണ് നമുക്ക് ക്യാഷ് പോകേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പം ഏത് കാർഡിൽ നിന്നാണ് നമുക്ക് ക്യാഷ് പോകേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്വൈപ്പിംഗ് മെഷീനിൽ വെച്ചാൽ ആ കാർഡിൽ നിന്ന് നമുക്ക് പേയ്മെൻ്റ് ആവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.